നമസ്കാരം. മണൽക്കുന്നുകളിൽ നിന്ന് ആരംഭിച്ച ആകാശത്തെ മുട്ടുന്ന അത്ഭുതങ്ങൾ വരെ പടുതുയർത്തിയ ദുബായിയുടെ ചരിത്രം അസാധ്യമാക്കിയതിനെ സാധ്യമാക്കിയ ഒരു വിസ്മയ ഗാഥയാണ്. ലോകത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് സ്വർണം കൊണ്ട് തെരുവ് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് ദുബായ്. എമിറേറ്റിന്റെ സ്വർണ്ണ ജില്ലയായ തെരുവ് സ്വർണത്തിന്റെ ഗ്രഹം എന്നായിരിക്കും അറിയപ്പെടുക. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ ഇത്ര ദുബായ് ആണ് ഈ തെരുവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. 2024-25 കാലയളവിൽ $53.41 ബില്യൺ സ്വർണമാണ് UAE കയറ്റുമതി ചെയ്തത്. സ്വിറ്റ്സർലാൻഡ്, UK, ഇന്ത്യ, ഹോങ്കോങ്, തുർക്കി എന്നിവരാണ് പ്രധാന ഇടപാടുകാർ. നേരിട്ട് സ്വർണ്ണ വ്യാപാരം നടത്തുന്ന രണ്ടാമത്തെ വലിയ രാജ്യം കൂടിയാണ് UAE. സ്വർണ്ണാഭരണ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നതാണ് സ്വർണ്ണ തെരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റീറ്റെയിൽ, ഹോസ്റ്റൈൽ കച്ചവടം, നിക്ഷേപം തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പെർഫ്യൂം, കോസ്മെറ്റിക്സ്, സ്വർണം, ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ മേഖലകളിലായി 1000-ലധികം റീറ്റെയിൽ കച്ചവടക്കാരാണ് സ്വർണ്ണത്തെരുവിലുള്ളത്. ഇവയിൽ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകളും ഉൾപ്പെടുന്നുണ്ട്. ദുബായിയുടെ സാംസ്കാരികവും വാണിജ്യപരവുമായ ഘടനയിൽ സ്വർണം ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ പൈതൃകം, സമൃദ്ധി, സംരംഭ മനോഭാവം എന്നിവയുടെ പ്രതീകമായി മാറും. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ദുബായിയുടെ ആഡംബര പാരമ്പര്യം വിളിച്ചോതുന്നതിനുമാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നായി ദുബായിയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. സാധ്യമല്ല എന്നൊരു വാക്ക് ദുബായിയുടെ നിഘണ്ടുവിലില്ല. ദൂരക്കാഴ്ചയുള്ള ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യയും സമ്പത്തിനെയും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ദുബായ് ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. സ്വർണ്ണത്തെരുവ് പോലുള്ള പദ്ധതികൾ ഇതിന്റെ തുടർച്ച മാത്രമാണ്. ദുബായ് ഇന്ന് ലോകത്തിന്റെ സാമ്പത്തിക കേന്ദ്രമാണ്. ഒരു കാലത്ത് എണ്ണയും മാത്രം ആശ്രയിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയെ ടൂറിസം, വ്യാപാരം, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലേക്ക് മാറ്റാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു. എണ്ണ തീരുന്ന കാലത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല, കാരണം അപ്പോഴേക്കും ഞങ്ങൾ ലോകത്തിന്റെ വ്യാപാര തലസ്ഥാനമായി മാറിയിരിക്കുമെന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത്. പുതിയ സ്വർണ്ണത്തെരുവ്, ഇത്തിഹാദ് റെയിൽ തുടങ്ങിയ വമ്പൻ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിർമ്മാണം, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ എന്നീ മേഖലകൾക്ക് പുറമെ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ സെയിൽസ് വിഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് വരാനിരിക്കുന്നത്. ഇത് പ്രവാസികൾക്ക് മികച്ച അവസരമാണ് നൽകാൻ പോകുന്നത്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായി IT, AI വിദഗ്ധർക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പദ്ധതികളാൽ കഴിവുള്ള തൊഴിലാളികൾക്കാണ് കമ്പനികൾ മുൻഗണന നൽകുന്നത്. തൊഴിൽ നിയമങ്ങളിൽ ദുബായ് വരുത്തിയ പരിഷ്കാരങ്ങൾ പ്രവാസികൾക്ക് വലിയ സുരക്ഷ നൽകുന്നതാണ്. തൊഴിൽ നഷ്ട ഇൻഷുറൻസ്, ഗോൾഡൻ വിസ, ഗ്രീൻ വിസ തുടങ്ങിയ പ്രവാസികളുടെ ജീവിതത്തിന്റെ സ്ഥിരത നൽകുന്നുണ്ട്. ദുബായിയുടെ സ്വർണ്ണത്തെരുവ് പോലുള്ള പദ്ധതികൾ വെറും കാഴ്ചാവിരുന്നല്ല, പ്രവാസികളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും മികച്ച ജീവിത നിലവാരത്തിനുമുള്ള ചവിട്ടുപടികളാണ്. ഭൂമിയിലെ പരിമിതികളെ മറികടന്ന് പുതിയ വിസ്മയങ്ങൾ തീർക്കുന്ന ദുബായ് ലോകത്തെ മറ്റ് നഗരങ്ങൾക്ക് ഒരു പുതിയ പാഠപുസ്തകമായി മാറുമ്പോൾ അതിൽ പങ്കാളിയാകാൻ പ്രവാസി സമൂഹത്തിനും സാധിക്കും. ലോകത്തെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നായി മാറാനുള്ള ദുബായിയുടെ പ്രയാണത്തിൽ ഈ സ്വർണ്ണത്തെരുവ് ഒരു നാഴികക്കല്ലാകും. ദുബായിയുടെ സുവർണ സ്വപ്നങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് സ്വർണത്തിന്റെ ഗ്രഹം യാഥാർത്ഥ്യമാകുന്നത് ആഗോള വിപണിയിൽ UAEയുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കും. ഗോൾഡൻ വിസയും തൊഴിൽ സുരക്ഷാ നിയമങ്ങളും പ്രവാസികളുടെ ഭാവിക്ക് കൂടുതൽ കരുത്തേകുന്നതാണ്. സ്വർണ്ണത്തെരുവ് യാഥാർത്ഥ്യമാകുന്നതോടെ ആഡംബരവും അവസരങ്ങളും ഒരുപോലെ ഒത്തുചേർന്ന ലോകത്തിലെ ഏക നഗരമായി ദുബായ് മാറും. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെ കൈകളിൽ ദുബായ് ഇനിയും പുതുചരിത്രങ്ങൾ രചിക്കുമെന്നുറപ്പാണ്.